കൂന്തൽ കൊണ്ടിന്നൊരു പടപടക്കാൻ പോണുണ്ട. നമ്മളിന്ന് ചെയ്യാൻ പോണ കൂന്തൽ കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ്. നോക്കിയേ, അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് കൂന്തലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൂന്തൽ കൊണ്ട് നമ്മളൊരു കൂന്തൽ ചില്ലിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആണ്. കാരണം നമ്മളിത് കൂന്തൽ കനലിൽ ചുട്ടെടുത്തിട്ടൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് കൂന്തലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കൂന്തൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ സംഭവം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണേണ്. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു വള്ളിക്കെട്ടൊക്കെ ഉണ്ട്, നമ്മൾ എടുത്ത് മാറ്റുക. ഇതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു തൊലിയുണ്ട്. ഈ സാധനം അങ്ങോട്ട് പൊളിച്ച് കളയുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല പച്ച കൂന്തലാണ്. രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ട് കഴുകിയാൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കൂന്തൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു തീറ്റയും അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ട് നെക്കി കളയാൻ പറ്റും നമുക്ക്. ഇതുണ്ട്. ഓക്കെ, ഒരു മീനാണ് സംഭവം. ഇതിൻ്റെ അകത്തൊന്നും അങ്ങോട്ട് നെക്കി അങ്ങോട്ട് കളയണം. കൂന്തൽ നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അകത്തുകൊണ്ടായിട്ടാണ് കഴുകണത്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വരാം. നമ്മളിവിടെ കൂന്തൽ ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചില്ലി അടിക്കാൻ പോണേണ്. കൂന്തലിൻ്റെ ഒരു ചില്ലിയാണ്. കനലിൽ ചുട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചുടാൻ വേണ്ടിയിട്ട് ഒരു അല്പം മസാല ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മസാല ഒന്ന് സെറ്റാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുരുമുളക്, അതും ആവശ്യത്തിന് ഇടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഒരല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളുടെ മഞ്ഞൾപ്പൊടി, ഇത്ര സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സംഭവം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുറച്ച് മസാല ഉപയോഗിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അങ്ങോട്ട് ഇപ്പം മസാലയൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞ് ഇനി സംഭവം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കണം. അതവിടെ ഇരിക്കട്ടെ. അടപ്പ് നമ്മൾ കത്തിക്കാൻ പോണേണ്. കുറച്ച് കർപ്പൂരം വെച്ച് കൊടുക്കണേ കേട്ടോ. നമ്മൾ വിറകാണ് എടുത്തേക്കണത്. വിറക് കത്തിച്ചാണ് നമ്മൾ കനലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കർപ്പൂരം ആദ്യം കൊണ്ട് കത്തിക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീ പിടിച്ചു. കൂന്തൽ ചുട്ടെടുക്കാനുള്ള കനലൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ടും 2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് പാതിയാണ് നമ്മൾ കനലിൽ ചുട്ടെടുക്കുന്നത്. പാതി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടൊരു പരിപാടിയുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. കഴുകിയെല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചങ്ങനെയാണ്. ഇങ്ങനെയാണ് മുറിച്ചെടുക്കാം. ഇപ്പം ശരിക്കും കൂന്തലിൻ്റെ സീസണാണെന്ന് തോന്നണം. വള്ളക്കാരൊക്കെ ട്രോളിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കൂന്തൽ തന്നെയാണ് കിട്ടുന്നത്. ഏത് തട്ടി ചെന്നാലും നമുക്ക് കൂന്തൽ കിട്ടും എന്നുള്ളതാണ്. പാതിക്കൂന്തൽ നമ്മൾ മുറിച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പാതി മുറിച്ചെടുത്ത കൂന്തലിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നതാണ്.
ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ്, അതും കുറച്ചിടണേണ്. ഇത് കാശ്മീരി ചില്ലി, അതും ഒരൽപ്പം ഇടണേണ്. ഇനി ഈ സംഭവം നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. നമ്മൾ കൂന്തൽ നന്നായിട്ട് മസാലയൊക്കെ തെച്ചാൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. നമ്മൾ അടപ്പ് കത്തിക്കണേണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മസാലയൊക്കെ ചേർത്തില്ലേ, അത് നമുക്ക് വറുത്തങ്ങോട്ട് കോരണം. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. വറുത്ത് കോരാനാണ്, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് കോരാൻ പോണേണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂന്തലിന് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. കൂന്തലിവിടെ ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു റെഡും അതുപോലെ തന്നെ ഗ്രീനും ക്യാപ്സിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇതുകൂടി ഇരിക്കട്ടെ. ഈ ക്യാപ്സിക്കം നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ്. അവനെ നമ്മളോട് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുക. നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയ്യ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കോരി എടുക്കാം. അങ്ങോട്ട് ഓക്കെ. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഡിഷിന് കുറച്ച് ബ്രൊക്കോളി ആവശ്യമാണ്. ഞാനത് ചെറുതായിട്ട് മുറിച്ച് കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ശകലം മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുരുമുളകും കൂടി ഇടണം. ഇപ്പോൾ ബ്രൊക്കോളിയിൽ നമ്മൾ ആവശ്യത്തിന് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സംഭവം നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യണം. വെറുതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ. കൂന്തൽ വറുത്തായ എണ്ണയിലേക്ക് നമ്മൾ ഈ ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രൊക്കോളി നല്ല സെറ്റായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കോരണേണ്ട. നമ്മൾ ഓരോ പാത്രത്തിലേക്ക് ഇടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സവാളയാണ്. വെളുത്തുള്ളി, ഇത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, അവൻ അങ്ങോട്ട് പട്ടക്കണേ ഉണ്ടാ.
ഇത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനാണ്, അതും ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് നമ്മളൊരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് വന്നിട്ട് സോയാ സോസാണ്. ഇത് വന്നിട്ട് നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസാണ് കേട്ടോ, അതും ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച കൂന്തലുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂന്തല് കനലിലാണ് ചുട്ടെടുക്കാൻ പോകണം. അപ്പം കനലൊക്കെ റെഡിയായിട്ടുണ്ട്, നിരത്തിയിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയൊരു തീ മതി, അധികം തീയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാൻ പോണേണ്ട. എല്ലാം അവിടെ ഇരിക്കട്ടെ. കൂന്തൽ നമ്മൾ ഒരു കമ്പിയിൽ കോർത്തൊക്കെയാണ് സെറ്റാക്കിയേക്കണേ. ഇതാണ് നമ്മൾ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ചൂടാണ്. അതവിടെ ഇരിക്കട്ടെ. നമ്മളുടെ കൂന്തല് സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല കെട്ടിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാം, എടുത്ത് അങ്ങോട്ട് പ്ലേറ്റ് ചെയ്യാം. നമ്മളുടെ ചില്ലി കൂന്തല് റെഡിയായിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി സംഭവമാണ്. കാരണം സംഭവം ഒരു വേറൊരു ലെവലാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതൊന്നും അങ്ങോട്ട് പ്ലേറ്റ് ചെയ്യാൻ പോണേണ്. നമ്മളിത് ഗ്രില്ല് ചെയ്തതാണ്. ഈ സംഭവം നമുക്കവിടെ ചെറിയ പീസാക്കി അവിടെ മുറിക്കണം. ഇതൊന്നും അങ്ങോട്ട് കട്ട് തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ സംഭവം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേണ്. സംഗതി വേറൊരു ലെവലാണെന്നുള്ളതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2-3 ബ്രൊക്കോളി കൂടി ഇട്ട് കൊടുക്കണേണ്. നമ്മളിത് കഴിക്കാൻ പോണേണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് ലൈജുവിൻ്റെ മകൻ ഗ്ലെന്നും ആണുള്ളത്. ഇന്ന് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്തത് ലൈജു ആണ്. ലൈജു കഴിച്ചു നോക്ക്, കഴിക്കാതെ പീസൊക്കെ എടുത്ത് കഴിക്കും. പതിയെ കഴിച്ചാൽ മതി. അവരുടെ കയ്യിലേക്ക് കൊടു, കഴിക്ക്. പ്ലേറ്റ് പിടിച്ച് കഴിക്കാതെ ആ പീസൊക്കെ എടുത്ത് കഴിക്കും. പതിയെ കഴിച്ചാൽ മതി. മാത്രം ഞാൻ ഗ്രേവിയിൽ മുക്കാണ് അടിച്ചേട്ടാ. ഒരു തനി ടേസ്റ്റ്. ശരിക്കും കൂന്തലിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? കൂന്തൽ കറക്റ്റ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഗ്രേവിയും കൂന്തലും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കും. എന്നോട്ടാ എന്നിട്ട് കഴിക്കണേ. എന്ത് സാധനം? കൂന്തലാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. എങ്ങനെയുണ്ട് തന്നെ? അടിപൊളിയാണോ? കഴിക്കേ. സംഭവം ഇത് വേറൊരു ലെവല് തന്നെയാണ് കേട്ടോ. ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവല് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഒരു സ്ഥിരം ചില്ലിയൊന്നും അല്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂന്തൽ മേടിക്കുക, ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക, പെട്ടക്കുക അങ്ങോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടക്കാൻ ഡിസ്ലൈക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ